അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹി ഖുദി ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരികനാ വ ആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യമായി വീട്ടേണ്ട ബാധ്യതകൾ എന്തൊക്കെയാണ്? ഒരാൾക്ക് കുറേ ബാധ്യതകളുണ്ട്. അതിൽ ആദ്യമായി വീട്ടേണ്ടത് എന്തൊക്കെയാണ്? ഒരാൾ അനന്തര സ്വത്ത് അനന്തരാവകാശികൾക്ക് എടുക്കണമെങ്കിൽ എന്തെല്ലാം ബാധ്യതകൾ അയാളുടെ സ്വത്തിൽ നിന്ന് നൽകേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒരു മരിച്ച വ്യക്തിയുടെ അനന്തര സ്വത്തിൽ നിന്ന് സ്വത്തിനോട് നേരിട്ട് ബന്ധിച്ച ബാധ്യതകളാണ് ആദ്യമായി വീട്ടേണ്ടത്. ഉദാഹരണമായിട്ട്, സമ്പത്തിൻ്റെ സക്കാത്ത് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ആ സക്കാത്ത് നിർവഹിക്കണം. പണയത്തിനു വാങ്ങിയ കടം അതും നിർവഹിക്കേണ്ടതുണ്ട്. പിന്നീട് രണ്ടാമതായി വീട്ടേണ്ടത് അയാളുടെ മയ്യത്ത് സംസ്കരണത്തിനാവശ്യമായ ചെലവുകളാണ് അതിൽ നിന്ന് എടുക്കേണ്ടത്, അനന്തര സ്വത്തിൽ നിന്ന്. അത് അമിതമാക്കൽ കൂടാതെ, അതേസമയത്ത് പറ്റ മിതമാക്കി ചുരുക്കി ചെയ്യലും കൂടാതെ ഒരു മധ്യമായ നിലയിലാണ് അത് നിർവഹിക്കേണ്ടത്. അമിതത്വം പാടില്ല, മിതത്വവും വേണ്ട. മൂന്നാമതായി നിർവഹിക്കേണ്ട അയാളുടെ കടങ്ങൾ വീട്ടണം. കടങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർക്ക് കൊടുക്കാനുള്ള കടമുണ്ട്, അള്ളാഹുവിനുമായി ബന്ധിച്ച് കടമുണ്ട്. അള്ളാഹുമായിട്ട് ബന്ധിച്ച കടം സക്കാത്ത്, അതുപോലെ കഫാറത്ത്, ഹജ്ജ് എന്നീ കാര്യങ്ങളാണ്. സക്കാത്ത് നിർബന്ധമായ ധനം നശിക്കുമ്പോഴാണ് അത് ബാധ്യതയായിത്തീരുന്നത്. ആ സ്വത്ത് നശിച്ചു, അയാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് സക്കാത്ത് നിർബന്ധമായതിന് ശേഷമായതുകൊണ്ട് തന്നെ അത് അയാളുടെ ബാധ്യതയായി തീർന്നിരിക്കുന്നു, അത് നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കഫാറത്ത്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തു വീട്ടണം. പിന്നെ ഹജ്ജ്, ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടായിട്ടുണ്ട്, മറ്റ് ചില പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിച്ചു പോകാൻ നോക്കുമ്പോഴേക്ക് അയാൾ മരണപ്പെട്ടു പോയി. അങ്ങനെയാകുമ്പോൾ അയാളുടെ അനന്തര സ്വത്തിൽ നിന്ന് ഹജ്ജിന് ആവശ്യമായ കാശ് എടുക്കേണ്ടതാണ്. നാലാമതായി അവൻ്റെ വസിയത്തുകൾ നിറവേറ്റണം. അവൻ വല്ല വസിയത്തും ഈ അനന്തര സ്വത്തിൽ നിന്ന് പറഞ്ഞു വെച്ചതുണ്ടെങ്കിൽ അത് നിറവേറ്റണം. അതിനുശേഷമാണ് മൂന്നിലൊന്നിൽ നിന്ന് അന്യന്മാർക്കുള്ള വസിയത്തുകൾ നിറവേറ്റേണ്ടത്. ശേഷിക്കുന്ന ധനത്തിൻ്റെ മൂന്നിലൊന്നിൽ നിന്ന് അന്യന്മാർക്കുള്ള വസിയത്തുകൾ നിറവേറ്റാൻ വേണ്ടി ഉപയോഗിക്കണം. അതിനുശേഷം ശിഷ്ടമുള്ള ധനം അനന്തരാവകാശികൾക്ക് വിഹിതിച്ചെടുക്കാം. ഇങ്ങനെ 5 ബാധ്യതകൾ കഴിഞ്ഞ് അഞ്ചാമത്തേതാണ് അനന്തരാവകാശികൾക്ക് എടുക്കേണ്ടതുള്ളത്. അതുകൊണ്ട് തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്തരം ബാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചതിൻ്റെ ശേഷം മാത്രമേ അയാളുടെ സ്വത്ത് ഓഹരി ചെയ്യാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ സക്കാത്താണെങ്കിലും അതുപോലെ തന്നെ കഫാറത്തായിരുന്നാലും അതുപോലെ ഹജ്ജ് ചെയ്യാതിരുന്നാലും ഒക്കെ അത് അവിഹിതമായ ധനം നാം ആർജിച്ചെടുക്കലായിരിക്കും അനന്തരാവകാശികൾ. അതുകൊണ്ട് ആ ധനം അവർക്ക് ഹലാലാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഹജ്ജ് പലപ്പോഴും മക്കൾ, ഏതെങ്കിലും ഒരു മകൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ വകയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല, ആദ്യം ഹജ്ജ് ചെയ്ത ആളാകണം എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വിട്ട കുടുംബത്തിലോ അല്ലെങ്കിൽ ഇയാളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തു, എന്നാൽ ആ ബാധ്യത തീർന്നു. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്വത്ത് ഹജ്ജിന് നീക്കി വെക്കേണ്ടതില്ല, അവർക്ക് ഓഹരി ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ അനന്തരാവകാശികൾ ആ സ്വത്ത് എടുത്ത്
ഉപയോഗിക്കുമ്പോൾ ഹലാലായ സ്വത്തായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി നാം മനസ്സിലാക്കുക.